ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഓൺ എനി ആർബിട്രറി പ്ലെയിൻ ഓർ stresses on any arbitrary plane in the form of principal stresses. So stresses on any arbitrary plane എന്നുള്ള ടോപ്പിക്ക് നമ്മൾ നേരത്തെ കോഷീസ് ഇക്വേഷൻ കോഷീസ് ഫോമുല എന്നുള്ളത് ആ സ്ട്രെസ്സസ് ഓൺ ആർബിട്രറി പ്ലെയിൻ അത് വെച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. സോ ആ ടെട്രാഹെഡ്രൻ്റെ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് സോ അതേപോലെ ആ കോഷീസ് ഫോമുലയെ നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ ടേംസിൽ എഴുതാൻ പോകുന്നതാണ്. ഇവിടെ അത് റീഅറേഞ്ച് ചെയ്യുന്നു നമ്മൾ അത്ര നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇവിടെ. സോ സ്ട്രെസ്സസ് ഓൺ എനി ആർബിട്രറി പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടി എൻ എന്നുള്ള സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ആ റിസൾട്ടൻ സ്ട്രെസ്സിനെ 3 കോമ്പണൻറ്റിലായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. സോ നോർമലിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ട് ആകുന്ന സ്ട്രെസ്സിനെ നമ്മൾ നോർമൽ കോമ്പണൻറ്റിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടി എൻ എന്നുള്ള സ്ട്രെസ്സ് കിട്ടുന്നത് തന്നെ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ടി വൈ എൻ എക്സ് എൻ ഇസഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് എക്സ് വൈ ഇസഡ് പ്ലെയിനിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പണൻസ് ആണ്. സോ ടി എക്സ് എൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോമുല ഉണ്ട്, കോഷ്യസ് ഫോമുല തന്നെയാണിത്. ടി വൈ എൻ സെക്കൻഡ് കോഷ്യസ് ഫോമുല, ടി ഇസഡ് എൻ. സോ അഗൈൻ വി ആർ യൂസിങ് ദ കോഷ്യസ് ഫോമുല ഹിയർ. ഇത് തന്നെയാണ് ഈ 3 ഇക്വേഷനെയും ഒരുമിച്ച് പറയുന്നത് തന്നെയാണ് കോഷ്യസ് ഫോമുല, സ്ട്രെസ്സസ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേ പെർട്ടിക്കുലർ സ്ട്രെസ്സസിനെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ടേമിൽ എഴുതാൻ പോവുകയാണ്. സോ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രിൻസിപ്പൽ പ്ലെയിൻ ഡസൻ ഹാവ് എനി ഷിയർ സ്ട്രെസ്. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് വിൽ ബി 0. അപ്പോൾ ഷിയർ സ്ട്രെസ് അവിടെ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേ കോഷീസ് ഇക്വേഷനിൽ ഈ ഷിയർ സ്ട്രെസ് ടേംസിനെ നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ ഈ റിസൾട്ടൻ സ്ട്രെസ്സസിനെ വെച്ചിട്ട് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ ഷിയർ സ്ട്രെസ് ക്യാൻസൽ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ അപ്പോൾ നോർമൽ സ്ട്രെസ്സ് വാല്യൂസ്, അപ്പോൾ ഈ നോർമൽ സ്ട്രെസ്സിന് നമുക്ക് സിഗ്മ 1 എന്നും സിഗ്മ 2 എന്നും സിഗ്മ 3 എന്നും അങ്ങ് മാറ്റി അങ്ങ് എഴുതിയാൽ മതി. ജസ്റ്റ് വി ക്യാൻ ജസ്റ്റ് റീഅറേഞ്ച് ഇറ്റ്. സോ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോർമൽ സ്ട്രെസ്സിൻ്റെ ടേംസിൽ മാത്രമായിട്ട് അങ്ങ് റീഅറേഞ്ച് ചെയ്യുക. സോ വിൽ ഗെറ്റ് the corresponding principal stresses. So T1 n എന്ന് പറയുമ്പോൾ n1 sigma 1. ഈ n എന്ന് വെച്ചാൽ എന്തുവാണ്, n1 is the direction cosine along principal plane 1. അതേപോലെ T2 n എന്ന് പറയുമ്പോൾ along principal plane 2. sigma 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്. T3 എന്ന് പറയുമ്പോൾ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് നമ്മുടെ n3 sigma 3. സോ ഇതേപോലത്തെ നമുക്കങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഈ നോർമൽ സ്ട്രെസ്സസ് മാത്രമേ കാണുകയുള്ളൂ. സോ അതിന് നമുക്കങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടൻ സ്ട്രെസ്സിന് ഒരു പഴയ ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതൊന്ന് ഓർത്ത് നോക്കുക. ടി എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി എക്സ് എൻ സ്ക്വയർ പ്ലസ് ടി വൈ എൻ സ്ക്വയർ പ്ലസ് ടി ഇസഡ് എൻ സ്ക്വയർ. ആ ഇക്വേഷനെ നമ്മൾ എക്സ് വൈ ഇസഡിന് പകരം 1 2 3 ആ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നു. ടി 1 എൻ ഹോൾ സ്ക്വയർ പ്ലസ് ടി 2 എൻ ഹോൾ സ്ക്വയർ പ്ലസ് ടി 3 എൻ ഹോൾ സ്ക്വയർ. സോ ഇതെന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ n1 എക്സ് n1 വൈ അങ്ങനെയൊക്കെ കണ്ടു. ഇവിടെ n1 എന്ന് മാത്രമേ ഇടുന്നുള്ളൂ. ജസ്റ്റ് ഇറ്റ്സ് റിസൾട്ടൻ്റ് എത്രയെന്ന് അറിഞ്ഞാൽ മതി. ഇത് റിസൾട്ടൻ്റ് ആണ്, റിസൾട്ടൻ്റ് സ്ട്രെസ്സിൻ്റെ എക്സ് കോമ്പോണൻറ്റ്. സോ അതേപോലെ ഈ റിസൾട്ടൻ്റ് സ്ട്രെസ്സിൽ നമുക്ക് എന്താണ്, ടി എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നില്ല, മൈനസ് ആയാലും പ്ലസ് ആയാലും ഹോൾ സ്ക്വയർ അത്രേ ഉള്ളൂ. ടി എൻ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ടോ എൻ സ്ക്വയർ. സിഗ്മ എന്ന് വെച്ചാൽ എന്താണ്, ആ പെർട്ടിക്കുലർ പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്സും ആ പെർട്ടിക്കുലർ പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ്സാണ് ടൗ എന്നും. സോ അത്രയേ ഉള്ളൂ ഇവിടെ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. നമുക്കിത് ഓർമ്മയുണ്ട്, n1 nx tx പവർ n പ്ലസ് ny ty പവർ n പ്ലസ് n3 ty പവർ n. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ. സോ അത്രയേ ഉള്ളൂ. ആ ഇക്വേഷനിൽ 1ന് പകരം എക്സിന് പകരം നമ്മൾ 1 എന്ന് കൊടുക്കുന്നു, വൈക്ക് പകരം 2 എന്ന് കൊടുക്കുന്നു. ആ എക്സ് പ്ലെയിനെ പ്രിൻസിപ്പൽ പ്ലെയിനായിട്ട് മാറ്റുന്നു, വൈ ഇസഡ് അങ്ങനെ കറസ്പോണ്ടിങ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ജസ്റ്റ് വി ആർ റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ നോർമൽ സ്ട്രെസ്സിൽ ഇവിടെ T1 എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം. T1 n എന്ന് പറയുമ്പോൾ n1 സിഗ്മ 1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് വിൽ ബിക്കം n1 സ്ക്വയർ സിഗ്മ 1. അതേപോലെ T2 എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, n2 സിഗ്മ 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n2 സ്ക്വയർ സിഗ്മ 2. അതേപോലെ T3 എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, n3 സിഗ്മ 3. അത് ഇങ്ങോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ n3 സ്ക്വയർ സിഗ്മ 3. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നോർമൽ സ്ട്രെസ്സും കിട്ടി, റിസൾട്ടൻ സ്ട്രെസ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഷിയർ സ്ട്രെസ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാവുന്നതാണ്. ടി എൻ ഇസ് ഈക്വൽ ടു
root of tau n equal to root of tn the whole square minus sigma n square. അത്രയേ ഉള്ളൂ സംഭവം. സോ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ്. അതൊന്ന് പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ടേമിൽ കോഷ്യസ് ഇക്വേഷന് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആ ഒരു ഫോമിലോട്ട് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് തന്നിട്ട് നമുക്ക് എടുത്ത റിസൾട്ടൻറ്റ് സ്ട്രെസ്സും സ്ട്രെസ് ഇൻവേരിയൻസ് ഓർ ഷിയർ സ്ട്രെസ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടൻറ്റ് സ്ട്രെസ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ റിലേഷൻ. സോ ഇവിടെ ഞാൻ ക്വസ്റ്റൻ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാം. അറ്റ് എ പോയിന്റ് ഇൻ എ സ്ട്രെസ്ഡ് മെറ്റീരിയൽ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വർ ഒബ്റ്റൈൻഡ് ആസ് സിഗ്മ 1 ഈക്വൽ ടു -100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? മെഗാ പാസ്കൽ തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, മെഗാ പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ മെഗാ പാസ്കൽ തന്നെയാണ്. സോ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചോളുക അത്. സോ അതേപോലെ സിഗ്മ 3 നമുക്ക് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് LMN എന്നാണ് അവർ തന്നിട്ടുള്ളത്. സോ LMN ആണ് ഇവിടെ ഗിവൺ ഡേറ്റയിൽ, ഒന്ന് സൂക്ഷിച്ചോളുക. LMN ആണ്. LMN. സോ LMN എന്നാണ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈനിന് ഒരുപാട് നൊട്ടേഷൻസ് അവർ യൂസ് ചെയ്യാറുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. LMN എന്ന് യൂസ് ചെയ്യും, അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഈ N1 N2 എന്നുള്ള ഇതിൽ യൂസ് ചെയ്യും. ചില ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ A എന്ന് പറഞ്ഞിട്ട് AN1, അതേപോലെ AN2 അങ്ങനെയൊക്കെ അവർ ചില ബുക്സിൽ ഈ ടൈപ്പ് നൊട്ടേഷൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇതൊന്ന് ഓർത്തോളൂ. എല്ലാം സെയിം തന്നെയാണ്, ഡയറക്ഷൻ കൊസൈൻസ്, കൊടുക്കുന്ന നൊട്ടേഷൻസ് മാറുന്നതേ ഉള്ളൂ. സോ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് LMN എന്നാണ്. സോ LMN ഇസ് ആക്ച്വലി ഡയറക്ഷൻ കൊസൈൻസ് ഓർ നമ്മുടെ നോർമൽ ടേം N1 N2 N3. എന്തിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണിത്? എന്തിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണിത്? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, നേരത്തെ N1 X എന്നൊക്കെ തരുമ്പോൾ നമ്മുടെ അത് X ഡയറക്ഷൻ, X കോമ്പോണൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ഡയറക്റ്റായിട്ട് റിസൾട്ടൻറ്റ് N1 N2 N3 അത് തന്നെയാണ്. സോ ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോഴാണ് N1 X, N1 Y, N1 Z എന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, സോ യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് ആൻഡ് ദ സ്ട്രെസ് ഇൻവേരിയൻസ്. സോ റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് TN ആണ് നമ്മുടെ റിസൾട്ടൻറ്റ് സ്ട്രെസ്. സോ TN-നോട് റിലേഷനുള്ള ബാക്കി സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ സിഗ്മ N-ഉം പിന്നെ നമ്മുടെ ഷിയർ സ്ട്രെസ്. ഇത് മൂന്നും അങ്ങ് കണ്ടുപിടിച്ച് വെച്ചേക്കുക. അവർ ആ റിസൾട്ടൻറ്റ് സ്ട്രെസ്സസ് എന്ന ക്വസ്റ്റനിൽ ഉദ്ദേശിക്കുമ്പോൾ ഇത് മൂന്നും എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും അവർ. സോ നമുക്ക് ഏതെങ്കിലും റിസൾട്ടൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും വേണമെന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ അവർ ക്വസ്റ്റൻ അവർ ഉദ്ദേശിക്കുമ്പോൾ റിസൾട്ടൻറ്റ് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ തന്നെ സിഗ്മ N-ഉം ടോ N-ഉം അവർ എക്സ്പെക്റ്റ് ചെയ്യും ആൻസറിൽ, അതൊന്ന് ഓർത്തോളുക. സോ നമുക്ക് ആ ഗീവൻ ഡേറ്റ ഒന്ന് എടുത്തെഴുതാം. നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് സിഗ്മ 1 N1 N2 ആൻഡ് N3 നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് LMN എന്നാണ് തന്നിട്ടുള്ളത്. വി ആർ യൂസിങ് ദ കോമൺ നൊട്ടേഷൻ ആസ് N1 N2 N3 ഓർ NX NY NZ. അതേപോലെ XYZ പ്ലെയിനിലാണെങ്കിൽ NX NY NZ. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയതുകൊണ്ട് N1 N2 N3 നമ്മളിവിടെ മാറ്റി എഴുതിയതേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ മതി, NX NY NZ-നെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതി, റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. സോ അത് മൂന്നിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയാണ്, 0.577 എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള വാല്യൂ. മൂന്നിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയാണെന്നാണ് അവർ തന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ N ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം, നോർമൽ സ്ട്രെസ്. സോ നോർമൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ N എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ്സാണ്. നോർമൽ സ്ട്രെസ് ഒന്ന് കണ്ടുപിടിക്കാം.
നോർമൽ സ്ട്രെസ് n1 സ്ക്വയർ സിഗ്മ 1 പ്ലസ് n2 സ്ക്വയർ സിഗ്മ 2 പ്ലസ് n3 സ്ക്വയർ സിഗ്മ 3. ഇതാണ് നമുക്കിവിടെ ഉള്ള അതേ ഇക്വേഷൻ എടുത്ത് അങ്ങ് എഴുതി എത്രയേ ഉള്ളൂ. സിഗ്മ എന്നിൻ്റെ ഇക്വേഷൻ, നോർമൽ സ്ട്രെസ്സിൻ്റെ ഈ ഇക്വേഷൻ ഞാൻ എടുത്തതാ ഇങ്ങോട്ടൊന്ന് ഇട്ടു. ഇനി നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n1 പകരം 0.577 സ്ക്വയർ n1 സ്ക്വയർ, സിഗ്മ 1 പകരം -100. സിമിലർലി n2വും നമുക്ക് എന്തുവാണ് 0.577 തന്നെയാണ്. സോ 0.577 സ്ക്വയർ സിഗ്മ 2 100 ആണ്, അതിവിടെ കൊടുക്കുക. അതേപോലെ n3 അഗെയിൻ 0.577 സ്ക്വയർ സിഗ്മ 3, നമുക്ക് സിഗ്മ 3യുടെ വാല്യൂ 200. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 115.4 Nm², അഥവാ മെഗാ പാസ്കൽ എന്നുള്ള യൂണിറ്റിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തോളൂ. സോ നമുക്ക് നോർമൽ സ്ട്രെസ്സായി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതായിരിക്കും. KTU പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഒന്നും തന്നെ പഠിക്കാനില്ല. യു ക്യാൻ സ്റ്റഡി ഓൾ ദി ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അടുത്ത നമ്മുടെ നോർമൽ സ്ട്രെസ്. സോ നോർമൽ സ്ട്രെസ് എന്തുവാണ്? നോർമൽ സ്ട്രെസ്സിൻ്റെ റിസൾട്ടൻ സ്ട്രെസ്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന റിസൾട്ടൻ സ്ട്രെസ്സാണ്. സോ റിസൾട്ടൻ സ്ട്രെസ്സിൻ്റെ റിലേഷൻ എന്തുവാണ്? Tn സ്ക്വയർ ഈക്വൽ ടു T1n സ്ക്വയർ പ്ലസ് T2n സ്ക്വയർ പ്ലസ് T3n സ്ക്വയർ. അപ്പോൾ അതങ്ങ് കണ്ടുപിടിക്കുക. T1n നമുക്കറിയാം n1 സിഗ്മ 1, T2n അതും നമുക്കറിയാം n2 സിഗ്മ 2, T3n ഈക്വൽ ടു n3 സിഗ്മ 3. അതെവിടെ നിന്ന് കിട്ടി നമുക്ക്? ഈ ഇക്വേഷൻ കോഷ്യസ് ഫോമുലയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഇക്വേഷനാണ്. സോ ഇതിൽ നമുക്കറിയാവുന്ന വാല്യൂസ്, n1ൻ്റെ വാല്യൂ അറിയാം, സിഗ്മ 1ൻ്റെ വാല്യൂ അറിയാം, n2 വാല്യൂ അറിയാം, സിഗ്മ 2 വാല്യൂ അറിയാം. സിമിലർലി n3 അറിയാം, സിഗ്മ 3യും അറിയാം. സോ നമുക്ക് ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ആൻസർ അങ്ങ് കിട്ടും. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് T1n സ്ക്വയർ പ്ലസ് T2n സ്ക്വയർ പ്ലസ് T3n സ്ക്വയർ എന്ന് പറഞ്ഞാൽ Tn ഇസ് ഈക്വൽ ടു, അപ്പോൾ Tn എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് Tn സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. Tn എന്ന് വെച്ചാൽ ഇത് Tn ഇവിടെ മുകളിലുള്ളതാണ്. ഓക്കെ, എഴുതുമ്പോൾ അതൊന്ന് ഓർത്തേക്കുക, പ്രശ്നമല്ല. എന്നാലും ആ കോമൺ നൊട്ടേഷൻ അങ്ങ് നമുക്ക് ഫോളോ ചെയ്യാം. Tn ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട്, ഈ മൊത്ത ടേംസിൻ്റെയും റൂട്ട് എടുത്താൽ മതി, നമുക്ക് Tn കിട്ടും. അപ്പോൾ T1n സ്ക്വയർ എന്ന് പറയുമ്പോൾ -57.7 ദ ഹോൾ സ്ക്വയർ, T2 എന്ന് പറയുമ്പോൾ 57.7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 115.4 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 141.335 മെഗാ പാസ്കൽ. അത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കൊള്ളുക. അടുത്ത ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്താണ്? ഷിയർ സ്ട്രെസ്സിൻ്റെ റിലേഷൻ നമുക്ക് റിസൾട്ടൻ്റ് സ്ട്രെസ് അറിയാം, നോർമൽ സ്ട്രെസ് അറിയാം. ഇനി നമുക്ക് വേണ്ടത് ഷിയർ സ്ട്രെസ് ആണ്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് Tn സ്ക്വയർ മൈനസ് സിഗ്മ n സ്ക്വയർ. അപ്പോൾ Tnൻ്റെ വാല്യൂ അറിയാം 141.335 സ്ക്വയർ മൈനസ് സിഗ്മ എന്നിൻ്റെ വാല്യൂ അറിയാം 115.4. അപ്പോൾ 141.335 സ്ക്വയർ മൈനസ് 115.4 ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് ആൻസർ 81.69 മെഗാ പാസ്കൽ എന്ന് കിട്ടും. ഈ ഒരു പ്രോബ്ലം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതൊന്ന് നോക്കുക. ജസ്റ്റ് ഗോ ത്രൂ ദിസ് പ്രോബ്ലം. ഓക്കെ, ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. റിസൾട്ടൻ്റ് സ്ട്രെസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഒരു പാട്ടും കൂടെ ഉണ്ട്, സ്ട്രെസ് ഇൻവേരിയൻസ്. നമുക്ക് നോർമൽ സ്ട്രെസ് ഇൻവേരിയൻസിനെ പറ്റി നമുക്കറിയാം. പ്രിൻസിപ്പൽ സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻവേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? I1 ഈക്വൽ ടു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. സോ അങ്ങ് ആഡ് ചെയ്താൽ മതി. I2 എന്ന് പറയുമ്പോൾ സിഗ്മ 1 സിഗ്മ 2 പ്ലസ് സിഗ്മ 2 സിഗ്മ 3 പ്ലസ് സിഗ്മ 3 സിഗ്മ 1. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷനാണ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് തന്നിട്ടുണ്ട്, അങ്ങനെ തന്നിട്ട് ദേ ആർ ആസ്കിങ് യു ടു ഇവാലുവേറ്റ് സ്ട്രെസ് ഇൻവേരിയൻസ്. സോ അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ആ ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ നമ്മൾ ആ ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, യൂണിറ്റ് അതേ മെഗാ പാസ്കൽ തന്നെ ആയിരിക്കും. ഓക്കെ, മെഗാ പാസ്കൽ അല്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. കോൺസ്റ്റൻ്റ് അല്ലേ ഇത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്രോബ്ലം
ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സ്ട്രെസ് ഓൺ എനി ആർബിട്രറി പ്ലെയിൻ ഫ്രം ഇൻ ദ ഫോം ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.